എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ പരിശ്രമിക്കുന്നവനാണ് ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ. അതോടൊപ്പം തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് യോജിക്കാത്ത, ഉണ്ടാകാൻ പാടില്ലാത്ത പ്രവർത്തനങ്ങൾ പരിപൂർണമായും ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട ഏറ്റവും ഗൗരവമേറിയ ചില പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ വിശദീകരിച്ചു തരുന്ന ചില ദുസ്വഭാവങ്ങളുണ്ട്. ഒരു മുഅ്മിനിൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ലാത്ത ദുസ്വഭാവങ്ങൾ. അതിൽ നിന്ന് ഏറെ ശ്രദ്ധ പാലിക്കണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഗൗരവത്തോടു കൂടി ഉണർത്തിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിപ്പഠിപ്പിച്ച ഒട്ടനവധി വിഷയങ്ങളിൽ വളരെ സുപ്രധാനമായൊരു 3-4 കാര്യങ്ങൾ. ഒന്ന്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നതാണ്, നിങ്ങളൊരു അന്യരുടെ വീട്ടിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ പ്രവേശിക്കണം. അന്യൻ്റെ സ്വകാര്യതയിലേക്ക് എത്തി നോക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ചെവി കൊടുക്കുന്ന ഒരു സ്വഭാവം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ അല്ലാഹുവിൻ്റെ ദീന് വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം പരിശുദ്ധ ഖുർആനിലൂടെ 24-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനത്തിൽ അള്ളാഹു പഠിപ്പിച്ച വാചകമാണ്. അതിലൊന്ന് ഏറ്റവും പ്രധാനമാണ്, മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവം. ചില മനുഷ്യന്മാരുടെ ജീവിതത്തിൽ നിലനിന്നുകൊണ്ടിരിക്കുന്ന ചില ദുസ്വഭാവങ്ങളുടെ കൂട്ടത്തിലൊന്നാണ്. പോകുന്ന വഴിയിലാണ് തൻ്റെ അയൽവാസിയുടെ വീടെങ്കിൽ അയൽവാസിൻ്റെ പെരീക്കൊന്ന് വെറുതെ എത്തി നോക്കുന്നൊരു ദുസ്വഭാവം. അത് ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല, പാടുള്ളതല്ല എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം വ്യക്തമായി പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അനുവാദം ചോദിക്കാതെ മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് തള്ളിക്കയറി പോകുന്ന ചില സ്വഭാവങ്ങൾ, അത് അയൽവാസിയുടെ വീടാകട്ടെ, ഇനി കുടുംബങ്ങളുടെ തന്നെ വീടാകട്ടെ, അവിടേക്ക് പ്രവേശിക്കുന്ന സന്ദർഭങ്ങളിൽ ചില മര്യാദകൾ കാത്തു സൂക്ഷിക്കണമെന്നൊക്കെ അള്ളാഹുവിൻ്റെ ദീന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സ്വന്തം വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവുമായി കഴിയുന്ന മക്കളുടെ റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു വാപ്പ വാതിൽ തട്ടി സലാം പറഞ്ഞിട്ട് വേണം പോകാനെന്നുള്ളതിൻ്റെ ദീന് പഠിപ്പിക്കണം. ഉമ്മയും വാപ്പയും കിടക്കുന്ന റൂമിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു മക്കൾ അടച്ചിട്ട റൂമിലേക്ക് പോലും തള്ളിക്കയറരുതെന്ന് ദീന് പഠിപ്പിക്കുന്നുണ്ട്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ചില ചിട്ടകളുടെ, മര്യാദകളുടെ ഭാഗമാണ്. അത് സ്വഭാവവുമായി ബന്ധപ്പെട്ട് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന വാക്കിതാണ് 24-ാമത്തെ അധ്യായം അതിൻ്റെ 27-ാമത്തെ വചനം. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച വചനം അതാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, ലാ തദ്ഖുലൂ ബുയൂതൻ ഗൈറ ബുയൂതികും, നിങ്ങൾ നിങ്ങളുടേതല്ലാത്ത വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത്, മറ്റുള്ളവരുടെ വീടുകളിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്ന സമയത്ത്, ഹത്താ തസ്തഇസിനൂ ഹത്താ തസ്തഇനിസൂ, അനുവാദം ചോദിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ ദീന് പഠിപ്പിച്ചത്. അള്ളാഹു പഠിപ്പിക്കുന്ന വാക്കെന്താ? അനുവാദമില്ലാതെ നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല. വാതിൽ കുറച്ച് തുറന്നിട്ടുണ്ടെന്ന് കരുതി അവിടെ കയറി ചെല്ലരുതെന്നാണ്. അത് ഒരു മര്യാദയാണ്. മാത്രമല്ല പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചത് വതുസല്ലിമൂ അലാ അഹ്ലിഹാ, ആ വീട്ടിലുള്ള ആളുകൾക്ക് നിങ്ങൾ സലാം പറയാതെ നിങ്ങൾ ആ വീട്ടിലേക്ക് പ്രവേശിക്കരുത്. അവിടുന്ന് സലാം പറഞ്ഞാൽ പോരാ, ജവാബ് കിട്ടും വേണം, അടക്കണം. അവിടുന്ന് സലാം അടക്കി എന്ന് ഉറപ്പും കൂടി വേണം. എന്നിട്ട് അവരുടെ അനുവാദത്തോടു കൂടിയാണ് അവരുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പാടുള്ളൂ. ഇത് പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഒരച്ചടക്കമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു ഏറ്റവും ഗൗരവമുള്ളൊരു മേഖലയാണ്. എന്നാൽ ഇത് ലംഘിച്ചാൽ അത് ഏറ്റവും കുറ്റകരമായ കാര്യമാണ്, ഏറ്റവും കുറ്റകരമായ കാര്യമാണ്. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അന്യരുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള മര്യാദ പഠിപ്പിച്ചിടത്ത് അവിടേക്കൊന്നും നിങ്ങൾ തള്ളിക്കയറി പ്രവേശിക്കരുത്. ഈ വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് സലാം പറഞ്ഞാൽ തന്നെ വാതിൽ മുട്ടി സലാം പറഞ്ഞു 3 തവണ സലാം പറഞ്ഞാൽ
പറഞ്ഞിട്ടും അവിടുന്ന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിൽ അവിടുന്ന് മടങ്ങലാണ് ഖൈറ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്. ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് 3 തവണ സലാം പറഞ്ഞിട്ട് അവിടുന്ന് ജവാബില്ലേ, അവിടുന്ന് മടങ്ങലാണ് ഉചിതമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് കാണാം. അത് ഗൗരവമുള്ള വിഷയമാണ്, ഗൗരവത്തോടെ നമ്മൾ കാണേണ്ട വിഷയമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇനി നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ഒരു വീട്ടിൻ്റെ മുറ്റത്ത് ചെന്ന് നിങ്ങൾ സലാം പറഞ്ഞു, വാതിലിൻ്റെ നേരെ മുന്നിൽ നിന്ന് വീട് മുട്ടിയില്ലെങ്കിൽ വാതിൽ മുട്ടി കോളിംഗ് ബെല്ലടിച്ച് സലാം പറഞ്ഞ് നമ്മൾ ആ വീട്ടുകാർ വാതിൽ തുറക്കാൻ വേണ്ടി വരുന്നതിന് മുമ്പ് നേരെ മുന്നിൽ നിൽക്കരുത് എന്നുള്ളതിൻ്റെ ദീന് പഠിപ്പിക്കണം. നേരെ മുന്നിൽ നിൽക്കരുത്, അവിടുന്ന് കുറച്ച് മാറി നിൽക്കണം. കാരണം വീട്ടുകാർ ഏതൊരവസ്ഥയിലാണെന്ന് അറിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ. എന്താ കാരണം? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് കാണാം. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് അതങ്ങനെ ആ രൂപത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്? ഇന്നമാ ജുഇലൽ ഇസ്തിഇദാനു മിൻ അജലിൽ ബസർ. നിങ്ങളുടെ കണ്ണ് അവരുടെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, കണ്ണ് ആ വീട്ടിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ, അത് കാഴ്ചയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അനുവാദമില്ലാതൊരു വീട്ടിലേക്ക് നോക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടുന്ന് കുറച്ച് മാറി നിൽക്കണം. അവരേത് അവസ്ഥയിലാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അല്ലേ, ചില അയൽവാസികളുടെ വീട്ടിലേക്കൊക്കെ നമുക്ക് ചില സ്വാതന്ത്ര്യം ഉണ്ടാവും. ചില ആൾക്കാർക്ക് അയൽവാസികൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും. അപ്പോൾ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് കരുതിയിട്ട് അങ്ങോട്ട് കയറണ്ടെന്നാണ്. അങ്ങനെ കയറേണ്ട, അവരുടെ അനുവാദമല്ലാതെ ആ വീട്ടിലേക്ക് കയറി. ഇത് ദീന് പഠിപ്പിക്കുന്ന മര്യാദയാണ് സഹോദരങ്ങളെ. ആ രൂപത്തിൽ ഇനി അത് മാത്രമല്ല, വെറുതെ പോകുമ്പോഴും എത്തി നോക്കുന്ന സ്വഭാവം, അങ്ങനെയുള്ള ആളുകൾ ഒരു ജനല തുറന്നിട്ടുണ്ടെങ്കിൽ ജനാല തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒന്ന് നോക്കി, വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെ ഒക്കെ ഒന്ന് നോക്കുന്നൊരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന ഹദീസ് കാണാം. മനിത്തലഅ ഫീ ബൈതി ഖൗമി ബിഗൈരി ഇദ്നിഹിം ഫഖദ് ഹല്ല ലഹും അൻ യഫ്ഖഉ ഐനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, ആരെങ്കിലും അനുവാദമില്ലാതെ അന്യൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുകയാണെങ്കിൽ അവൻ്റെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നതാണ്. ഒരു ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ അന്യൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്ന സ്വഭാവമുള്ള ആളുകൾ, അത്തരം ആളുകളെ കണ്ണ് ചൂഴ്ന്നെടുക്കാൻ, ഒരു ദീന് നടപ്പിലാക്കുന്ന, ദീനിൻ്റെ ഒരു നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു നിയമമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് ഏറെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്, അത് ഗൗരവമുള്ള കാര്യമാണ്, അള്ളാഹു നാളെ പരലോകത്ത് ഏറെ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം സഹോദരങ്ങളെ. മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുന്നത് ഒരു ദുസ്വഭാവമായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതേപോലെ തന്നെ നമ്മുടെ വീടുകളിലുള്ള മറ്റൊരു ദുഷിച്ച സ്വഭാവമാണ്, വീട്ടിൻ്റെ ഉള്ളിൽ പോലും നിലനിൽക്കുന്ന സ്വഭാവമാണ്. നമ്മുടെ മക്കൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഏറ്റവും ഗൗരവമുള്ള ഹദീസുകളാണ് ഈ പറഞ്ഞതൊക്കെ. വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉപ്പാൻ്റെ റൂമിലേക്ക്, ഉമ്മ കിടക്കുന്ന റൂമിലേക്ക് മക്കൾ പ്രവേശിക്കും, അനുവാദമില്ലാതെ വരരുതെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ മര്യാദകളായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായി പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചതാണ്. അത് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, പരാജയമാണ് നമ്മുടെ ജീവിതം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. അതേപോലെ തന്നെ സംസാരം കട്ട് കേൾക്കുന്ന ആൾക്കാർക്ക്, സംസാരം കട്ട് കേൾക്കുക, ഒന്ന് കട്ട് നോക്കുക, എത്തി നോക്കുക, അനുവാദമില്ലാതെ മറ്റുള്ളവൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കുക. അതേപോലെ തന്നെ സംസാരം കട്ട് കേൾക്കുന്ന സ്വഭാവം നമ്മുടെ വീടുകളിലൊക്കെ ഉള്ളൊരു ദുഷിച്ച സ്വഭാവമാണ്. മരുമകളും മകനും തമ്മിൽ സ്വകാര്യ സംഭാഷണം നടത്തുന്നത്, അവരുടെ വീട്ടിൻ്റെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് താക്കോൽ ദ്വാരത്തിലൂടെ ചെവി വെച്ച് കേൾക്കാൻ ശ്രമിക്കുന്ന ഒട്ടനവധി കുടുംബങ്ങളിലുള്ള ദുസ്വഭാവത്തിൽപ്പെട്ടതാണിത്. ഇത് ദുഷിച്ച സ്വഭാവ. അതുപോലെ എന്താ പറയണമെന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഒരു സ്വസ്ഥതല്ല, ഒരു സമാധാനമല്ലാത്തൊരു ജീവിതം, അല്ലേ? മറ്റുള്ളവൻ്റെ രഹസ്യം അറിയാൻ വേണ്ടി ഇങ്ങനെ ചെകയ, മറ്റുള്ളവൻ്റെ രഹസ്യം ചകഞ്ഞിട്ട് എന്ത് സുഖമാണ് സഹോദരങ്ങളെ അതിൽ നമുക്ക് അനുഭവിക്കാനുള്ളത്. എന്ത് സുഖമായാലും അനുഭവിക്കാനുള്ളത്. നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വലാ തജസ്സസൂ, നിങ്ങൾ ചാരപ്പണി നടത്തരുത്, ചാരവൃത്തി നടത്തരുത്.
എന്താ ഇതും ചാരവൃത്തിയായിട്ടുള്ള ബന്ധം എന്താ? ചാരപ്പണി നടത്തുന്നവൻക്കാണ് ഈ ആവശ്യം. ഓനെന്താ സ്വകാര്യം പറയണമെന്ന് കേൾക്കേണ്ടത് എന്തിനാ? ഇതവിടെ പോയി പറഞ്ഞു കൊടുക്കാൻ, മറ്റൊരു സ്ഥലത്ത് ചെന്നിട്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ. നോക്കൂ നിങ്ങൾ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇത്തരം സ്വഭാവങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹുവ ലഹു കാരിഹൂൻ സുബ്ബ ഫീ ഉദ്നൈഹിൽ ആനിക് യൗമൽ ഖിയാമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഒരാൾ ഒരു വിഭാഗം സംസാരിക്കുന്നതിലേക്ക് കട്ട് കേൾക്കാൻ വേണ്ടി അവന്റെ സംസാരങ്ങൾ കേൾക്കാൻ ചെവി കൊടുത്താൽ അവനെ സംബന്ധിച്ച് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നാളെ ഖിയാമത്ത് നാളിൽ അവന്റെ ചെവിയിലേക്ക് ഈയം ഉരുക്കി ഒഴിക്കുമെന്ന്. ഈയം ഉരുക്കി അവന്റെ ചെവിയിലൊഴിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ശിക്ഷകൾ അവർക്ക് നടപ്പിലാക്കുമെന്ന് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മറ്റുള്ളവന്റെ സ്വകാര്യതകളെ കട്ട് കേൾക്കാൻ വേണ്ടി ചെവി കൊടുത്ത് കേൾക്കാൻ, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് ചെവി കൊടുത്ത് സ്വകാര്യതകളിലേക്ക് ചെവി കൊടുക്കുന്നവന്റെ ചെവിയിലേക്ക് അല്ലാഹു ഖിയാമത്ത് നാളിൽ ഉരുക്കിയ ഈയം ഒഴിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. സഹോദരങ്ങളെ, അത്രക്കും വലിയ പാപമായിട്ടാണ് അത്തരം കട്ട് കേൾക്കുന്ന സ്വഭാവങ്ങളെ, കട്ട് കാണുന്ന സ്വഭാവങ്ങളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതുകൊണ്ട് മറ്റുള്ളവന്റെ സ്വകാര്യങ്ങളിലേക്ക് എത്തി നോക്കാനോ അതിലേക്ക് കട്ട് കേൾക്കാനോ ഒരു വിശ്വാസി യോജിച്ച് പോവുകയില്ല. മറിച്ച് അതിലൊക്കെ ഒരു രസം കിട്ടുന്നതാർക്ക, അതിലൊക്കെ ഒരു ഹരം കിട്ടുന്നതാർക്ക, അത്തരം പ്രവർത്തനങ്ങളിലേക്കൊക്കെ ഒരു ഹരം കിട്ടുക. ഈ ചാരപ്പണി നടത്തി കുടുംബങ്ങളിലൊക്കെ ഭിന്നതണ്ടാക്കി അയൽവാസികളൊക്കെ തമ്മിൽ തെറ്റിച്ച് സുഹൃത്ത് ബന്ധങ്ങൾക്കിടയിലൊക്കെ തമ്മിലടിപ്പിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുന്നവരാണ് ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുള്ളൂ. അത്തരം ദുസ്വഭാവങ്ങളിൽ സഹോദരങ്ങളെ, 5 നേരം നിസ്കരിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന, സ്വർഗം പ്രതീക്ഷിക്കുന്ന ഒരു വിശ്വാസി ഇടപെടുകയില്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ലാ യദ്ഖുലുൽ ജന്നത ഖത്താത്തുൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്, ഇത്തരത്തിലുള്ള ചാരപ്പണി നടത്തുന്ന, ഇങ്ങനെയുള്ള ഏഷണി നടത്തുന്ന, ഇങ്ങനെ കട്ട് കേൾക്കുന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഏറെ സൂക്ഷിക്കേണ്ടതാണ്. അതുകൊണ്ട് ഒന്ന്, അന്യൻ്റെ വീട്ടിലേക്ക് എത്തി നോക്കാതിരിക്കാൻ. മറ്റൊന്ന്, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കട്ട് കേൾക്കുക, മറ്റുള്ളവൻ്റെ സ്വകാര്യതകളെ കട്ട് കേൾക്കുന്ന സ്വഭാവം. ഇത് രണ്ടും ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല, അത് ദുഷിച്ച സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതേപോലെ തന്നെ മൂന്നാമത്തൊരു ദുസ്വഭാവം എന്താണെന്നറിയോ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തരുന്നത്, ഇദാ കുൻതും സലാസ, നിങ്ങൾ 3 ആളുകൾ ഉണ്ടായിരിക്കെ നിങ്ങൾ എന്തു ചെയ്യരുത്? മൂന്നാമത്തെ ഒരുത്തനെ മാറ്റി നിർത്തിയിട്ട് 2 ആൾക്കാർ സ്വകാര്യം പറയരുത്. ഇത് നമ്മുടെ ജീവിതത്തിലുള്ള ചില ദുസ്വഭാവത്തിൽപ്പെട്ടതാണ്. അതായത് മൂന്നാമത്തെ ഒരുത്തനെ മാറ്റി, 3 ആളുകളേ ഉള്ളൂ, അവിടുന്ന് 2 ആളുകൾ മാറി നിന്ന് മൂന്നാമത്തെ ഒരുത്തനെ മാറ്റി നിർത്തിയിട്ട് സ്വകാര്യം പറയരുതെന്ന്. അത് ഫിത്തനകൾക്ക് കാരണമാകും, ഒരുപാട് കുഴപ്പങ്ങൾക്ക് കാരണമാകും. മനുഷ്യൻ്റെ മൂന്നാമൻ മാറ്റി നിർത്തപ്പെട്ടവൻ്റെ ഹൃദയത്തിൽ വസ്വാസുകൾ ഉണ്ടാവാൻ അത് കാരണമാകും. അത് കുറ്റകരമായ കാര്യമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാം. അതുകൊണ്ട് ഏറെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്താ? 4ാമത്തെ ഒരാൾ അവിടെ വരുന്നത് വരെ, അല്ലെങ്കിൽ ഹത്താ യഖ്തലിതൂ ബിന്നാസ്, ജനങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് വരെ, മറ്റു ആൾക്കാരിടയ്ക്ക് കയറുന്നത് വരെ, 4ാമത്തെ ഒരാളവിടെ വരാതെ നിങ്ങൾ ഒരുത്തരെ മാറ്റി നിർത്തിയിട്ട് 2 ആളുകൾ മാത്രം സ്വകാര്യം പറയരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് ഏറ്റവും ഗൗരവമുള്ള വിഷയമാണ്, ഏറ്റവും ഗൗരവത്തോടെ അല്ലാഹുവിൻ്റെ ദീന് പഠിപ്പിച്ച വിഷയമാണ്. ഫിത്നകൾക്കും മറ്റുള്ളവൻ്റെ മനസ്സ് വേദനിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ സ്വകാര്യതകളെ അവരിലേക്ക് എത്തി നോക്കുന്ന അത്തരം സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതേപോലെ തന്നെ 2 ആളുകൾ സംസാരിച്ചു കൊണ്ടിരിക്കെ
മൂന്നാമത്തെ ഒരാൾ അവരുടെ അനുവാദമല്ലാതെ പോലെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് കയറുന്ന സ്വഭാവം, അതും പാടില്ല. അനുവാദം ചോദിച്ചിട്ട് വേണം കയറാൻ, അല്ലേ? രണ്ടാളുകളെ ഉള്ളൂ അവിടെ. രണ്ടാളുകൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂന്നാമത്തെ ഒരാൾ വരികയാണ്. ഓൻ കയറി വരുമ്പോൾ ഇവിടെ രണ്ടാൾക്കാർ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദമില്ലാതെ ഓൻ്റെ സംസാരത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യരുത്? കയറാൻ പാടില്ല. അതും അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചിട്ടുള്ള മര്യാദയുടെ ഭാഗമാണ്. അത്തരത്തിലുള്ള ചിട്ടകളും അവരുടെ അനുവാദം ചോദിച്ചിട്ട് വേണം അവരുടെ സംസാരത്തിലേക്ക് എത്താൻ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഇത്തരം നന്മ നിറഞ്ഞ നല്ല സ്വഭാവങ്ങൾ നിലനിർത്തുകയും ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ദുഷിച്ച സ്വഭാവങ്ങൾ, ഇതൊക്കെ നമ്മളെ വ്യക്തിത്വത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമ്മുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വിഷയമാണ്. നാളെ പരലോകത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല വിചാരണ ചെയ്യുന്ന വിഷയം കൂടിയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരോടും ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മര്യാദകളെ സംബന്ധിച്ചാണ് നമ്മൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ചില മര്യാദകളെക്കുറിച്ചാണ് ഓർമ്മപ്പെടുത്തിയത്. ഇത്തരം വിഷയങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന തലമുറകൾക്ക് കൈമാറുക എന്നുള്ളതും രക്ഷിതാക്കളെന്ന നിലക്ക് നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വീട്ടിൻ്റെ ഉള്ളിൽ ശ്രദ്ധിക്കേണ്ട കുറേ മര്യാദകളും ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. 10 വയസ്സ് പ്രായം തികഞ്ഞ മക്കളെ നിങ്ങൾ 2 വിരിപ്പിലാക്കി അവരെ മാറ്റണമെന്ന്, 2 പുതപ്പിൻ്റെ ഉള്ളിലാക്കി അവരെ മാറ്റണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഉപ്പയുടെയും ഉമ്മയുടെയും സ്വകാര്യതകളിലേക്ക് അവർ കടന്നു കയറാതെ സൂക്ഷിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ് ഉപ്പാൻ്റെ റൂമിലേക്ക്, ഉമ്മയും ഉപ്പയും കിടക്കുന്ന റൂമിലേക്ക് ഒരു ചെറിയ കുട്ടി പ്രവേശിക്കാൻ അനുവാദമുള്ളതെന്ന് വരെ അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചിട്ടുണ്ട്. ഏത് സമയത്താണ്? ഉച്ച കഴിഞ്ഞ് വിശ്രമിക്കുന്ന സമയങ്ങളിൽ ഉപ്പയുടെയും ഉമ്മയും കിടക്കുന്ന റൂമിലേക്ക് തള്ളി കയറരുതെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ അള്ളാൻ്റെ ദീന് പഠിപ്പിച്ചു. ആ മര്യാദ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറി കൊടുക്കുന്നുണ്ടോ എന്നുള്ള ആലോചിച്ച് നോക്കി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയങ്ങളാണ്, അല്ലേ? ആ 10 വയസ്സ് പ്രായമാകുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൊക്കെ വലിയൊരർത്ഥവും ഒരാശയവും നിലനിൽക്കുന്നു എന്നൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. വളർന്നുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആരാണ് വീട്ടിൽ ഒരു പെൺകുട്ടി വളരുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് ആരാണ് നിനക്ക് മഹറമായ വ്യക്തി, ഇത് പഠിപ്പിക്കാനൊരു വാപ്പ തയ്യാറായിട്ടുണ്ടോ? ഉമ്മ തയ്യാറായിട്ടുണ്ടോ? ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും എളാപ്പ മൂത്താപ്പ മക്കളൊക്കെ ഒരു വിരിപ്പിൽ കിടന്ന്, ഒരു പുതപ്പിൻ്റെ ഉള്ളിൽ കിടന്ന് ജീവിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എവിടെയും ഏത് രൂപത്തിലും ഇടപഴകാനും കയറി വരാനും ഒരു നിയന്ത്രണങ്ങളും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഇത്തരം ആശയങ്ങൾ, ഇത്തരം സ്വഭാവങ്ങളും ഇത്തരം വൃത്തികളും നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറി കൊടുക്കേണ്ട സമയം അധികരിച്ചിട്ടുണ്ട്. ഇത് പല കുടുംബങ്ങളിലും കൈമാറിയിട്ടില്ല, കൈമാറുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഭവിഷ്യത്തുനിന്ന് പുറത്തു വരെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും കൊണ്ട് നടക്കാൻ നമ്മുടെ മക്കൾക്ക്, പ്രധാനമായും മക്കൾക്ക് ദീനിങ്ങനെ എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കാൻ രക്ഷിതാക്കളെന്ന നിലക്ക് നിരന്തരം നമ്മൾ പരിശ്രമിക്കണം. വാപ്പ പള്ളിയിൽ നിന്ന് ജമാഅത്തിനുണ്ട് ഇറങ്ങുന്ന സമയത്ത്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന വാപ്പ ആ ഇറങ്ങുന്ന നേരത്ത് വീട്ടിൽ കിടന്നുറങ്ങുണ്ടാവും മക്കൾ. ഒന്ന് കൈ പിടിച്ച് ഇജും പോരടാ പള്ളിക്കൊക്കെ എന്ന് പറഞ്ഞ് വിളിക്കാൻ തയ്യാറാകാത്ത വാപ്പ എങ്ങനെ ഒരു പള്ളി കമ്മിറ്റിക്കാരനാകാം? എങ്ങനെ ദഅവത്തിൻ്റെ പ്രവർത്തനത്തിൽ മുന്നിൽ നിൽക്കുക? എങ്ങനെ നിൽക്കുക? ആലോചിച്ച് അള്ളാഹുവിൻ്റെ ദീന്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദീനിൻ്റെ ആ നിയമങ്ങളെ കാറ്റിൽ പറത്തുന്നവരാണ് നമ്മളെങ്കിൽ നമ്മളെ വീട്ടിൽ സൂക്ഷിക്കേണ്ടതും ഇബാദത്തിൻ്റെ മേഖലകളിൽ ശ്രദ്ധിക്കേണ്ടതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങണം എന്നാ ദീന് പഠിപ്പിച്ചേ.
നമ്മളെ വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ കുടുംബത്തിന്റെ ശരീരത്തെയും നിങ്ങൾ നരകത്തിൽ നിന്ന് കാക്കണം കേട്ടോ. വാപ്പ സുബഹിക്ക് പള്ളിയിലെത്തിയ വാപ്പ, സുബഹിന്റെ ജമാഅത്തിന് പള്ളിയിലെത്തിയ പിതാവ് പുണ്യം നേടുന്ന സമയത്ത് മക്കൾ വീട്ടിൻ്റെ ഉള്ളിൽ കൂർക്കം വെച്ച് കിടന്നുറങ്ങുക. ഒരു ബേജാറുമില്ല, ഒരു വെപ്രാണമില്ല. നിസ്കരിച്ച് വലിയ പുണ്യം നേടിയ ആളായിട്ട് പോകാണ്. അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ മക്കൾ വരും. റബ്ബനാ അരിനല്ലദൈനി അളല്ലാനാ, അല്ലാഹ് എന്നെ വഴി പിഴപ്പിച്ചവരെ എന്റെ മുന്നിൽ ഒന്ന് കാണിച്ചുടാ റബ്ബേ. എന്തിനാണ്? ഞാൻ അവരെ ചുംബിക്കാനോ തലോടാനോ അല്ല, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചവിട്ടിത്തിവർക്കട്ടെ റബ്ബേ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ പറയും മക്കൾ റബ്ബിനോട്. അല്ലാഹുവേ, എന്നെ പിഴപ്പിച്ചത് എൻ്റെ ഉമ്മയാണ്, എന്നെ പിഴപ്പിച്ചത് എൻ്റെ വാപ്പയാണ്. എനിക്ക് ദീന് പറഞ്ഞു തരാതെ, ദീനിന്റെ മാർഗത്തിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവരാതെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ എന്നെ പഠിപ്പിക്കാതെ എന്നെ വളർത്തി എൻ്റെ മാതാപിതാക്കൾ ഇതാ റബ്ബേ, ഞാൻ അവരുടെ നെഞ്ചത്ത് കയറി ഒന്ന് ചവിട്ടിത്തിവർക്കട്ടെ അല്ലാ എന്ന് അള്ളാഹുവിനോട് പറയുന്ന രംഗത്തെക്കുറിച്ച് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ബോധ്യപ്പെടുത്തിയ വചനങ്ങളാണെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമേറിയ വിഷയമാണ്. ഒരു വഖ്ത് നമസ്കാരം മക്കൾ ഉപേക്ഷിച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിൽ വാപ്പ മറുപടി പറയണം, ഉമ്മ മറുപടി പറയണം. തന്റെ ഉത്തരവാദിത്വത്തിൽ കൃത്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാത്തതിന്റെ പേരിൽ വാപ്പ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ, ഉമ്മ അതിന് ഉത്തരം പറഞ്ഞേ മതിയാവൂ. അതുകൊണ്ട് രക്ഷിതാവ് എന്ന പദം വെറും തിന്നാൻ കൊടുക്കലും വെറും പോറ്റലും മാത്രമല്ല, അതിൻ്റെ കൂടെ മക്കൾക്ക് സംസ്കാരം പഠിപ്പിക്കണം, ദീന് പഠിപ്പിക്കണം, നല്ല നല്ല ചിട്ടകൾ മക്കളെ പഠിപ്പിക്കണം. അതൊക്കെ ഈ പറഞ്ഞ ഹദീസുകളൊക്കെ അവിടേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. ഇബാദത്തിൻ്റെ കാര്യം അതുപോലെ ശ്രദ്ധിക്കേണ്ടതാണ്. സഹോദരങ്ങളെ, നാളെ നമ്മുടെ പള്ളിയിൽ വാപ്പ നിസ്കരിക്കാൻ വരുന്നുണ്ടോ? വീട്ടിൽ ആൺകുട്ടിയും ആ പള്ളിയിൽ ഉണ്ടാവണം, ജമാഅത്തിനുണ്ടാവണം. ദീനിന്റെ ദഅവാ പ്രവർത്തനങ്ങളിൽ നമ്മുടെ മക്കൾ ഉണ്ടാവണം. നാട്ടിലൊരു ഖുർആൻ ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആനിന്റെ പഠന സംരംഭത്തിൽ നമ്മുടെ മക്കളും കണ്ണി ചേരണം. ഉണ്ടോ എന്ന് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു സുപ്രധാനമായ കാര്യം ഉണർത്താനുള്ളത്, ഇൻഷാ അല്ലാഹ് ഈ വരുന്ന ബുധനാഴ്ച നമ്മുടെ എടക്കരയിൽ വെച്ചുകൊണ്ട്, മുണ്ടയിൽ വെച്ചുകൊണ്ട് ഒരു മണ്ഡലം സമ്മേളനം നടക്കുന്നുണ്ട്. കുടുംബസമേതം നമ്മൾ എത്തിച്ചേരാൻ വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ ദീന് ഞാൻ കേട്ടുപോകുന്നു എന്നുള്ളതല്ല, നമ്മുടെ മക്കളെയും അവിടേക്ക് കൈപിടിച്ച് കൊണ്ടുപോകാൻ, കുടുംബത്തെയും അതിലേക്ക് എത്തിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. ആ ആളുകളൊക്കെ നമ്മൾ അതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോകുക. തൗഹീദ് ജനങ്ങൾക്ക് കൈമാറുന്ന, തൗഹീദിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിക്കുന്ന മനോഹരമായ വേദിയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്നുള്ള പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് അത്തരം സദസ്സുകളിൽ നമ്മൾ എത്തിച്ചേരുക. ഇൽമു നുകരാൻ വേണ്ടി നമ്മൾ പരിശ്രമിച്ചുകൊണ്ട്, കുടുംബത്തിൽ തീരുമാനമെടുത്തുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളിലേക്കും പ്രബോധന സംരംഭങ്ങളിലേക്കൊക്കെ എത്തിച്ചേരാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിയമങ്ങൾ എല്ലാ സന്ദർഭങ്ങളിലും കാറ്റിൽ പറത്താതെ അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ, അത് നമ്മുടെ മക്കളിലേക്ക് കൈമാറാൻ, നമ്മുടെ കുടുംബത്തിലെ മറ്റംഗങ്ങളിലേക്ക് കൈമാറാൻ, അള്ളാഹുവിൻ്റെ ദീന് യഥാർത്ഥ രൂപത്തിൽ മുറുകെ പിടിച്ച് ഈമാനോടുകൂടി ഭൂമിയിൽ നിന്ന് യാത്ര പറയുന്ന മുഅ്മിനായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയില്ല തെറ്റുകുറ്റങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അസുഖം ബാധിച്ച് കിടക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. അള്ളാഹു ഷിഫാഉൻ ആജിലിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള ചെറുതും വലുതുമായ എല്ലാ പരീക്ഷണങ്ങളും പ്രശ്നങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് അകറ്റിത്തരുമാറാവട്ടെ. സമാധാനം നിറഞ്ഞൊരു ജീവിതം ഈ ഇഹലോകത്തും അതിലുപരി പരലോകത്തും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ എരിവരി കൊള്ളുന്ന വെയിലത്ത് അർശിൻ്റെ തണൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു മഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.